ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നതൊരു സൺഡേ വ്ളോഗാണേ. സൺഡേ വ്ളോഗെന്നല്ല പറയേണ്ടത്, സൺഡേയിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നൊരു ടൈം. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ 8:11 ഞാൻ ഫ്രഷ് ആയിട്ട് വന്ന് ചായ എണീറ്റി കുടിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഞാനൊരു നൊസ്റ്റാൾജിക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പണ്ടൊക്കെ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് കുഞ്ഞായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്ന പലഹാരങ്ങളായിരുന്നു ഇലയട, ഓട്ടട, കുഴക്കട്ട, കല്ലേപ്പരത്തി, അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിക്കുക ദോശ, ഇഡ്ഡലി, അങ്ങനെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും നമ്മൾ ഞാൻ കഴിക്കുക. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, പണ്ട് എൻ്റെ വീട്ടിൽ ദോശ, ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുള്ളപ്പോഴായിരിക്കും അമ്മ ഉണ്ടാക്കുക. കാരണം ഞാനൊരു 10-ലൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു വീട്ടിൽ കറണ്ട് കിട്ടിയത്. അതിന് മുന്നേ വരെ കല്ലിലൊക്കെ അരയ്ക്കേണ്ടത് കൊണ്ട് തന്നെ ജോലി കൂടുതലായതുകൊണ്ടാവാം നമ്മളങ്ങനെയൊക്കെ ആയിരുന്നു. വിഷു, ഓണം, അതിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അല്ല എന്തെങ്കിലും ഉത്സവങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മുടെ വീട്ടിൽ ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതൊരു അതിഥിയെ പോലായിരുന്നു. മീൻസ് ആ ദിവസങ്ങളിൽ മാത്രം നമ്മൾ കഴിക്കുന്നതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ദോശയും ഇഡ്ഡലിയും തന്നെ കഴിക്കുന്ന പോലെ ഫീലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇലയട ഉണ്ടാക്കാമെന്ന്. ഇലയട ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം വെള്ളം വെച്ച് തിളപ്പിച്ചു, അതിലേക്ക് ഉപ്പിട്ടു, പിന്നെ നമുക്ക് ആവശ്യത്തിന് തേങ്ങ തിരുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ അരിപ്പൊടി കൊണ്ടിട്ടാണ് ഇലയട ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അരിപ്പൊടി ഉള്ളത് കൊണ്ട് ഞാൻ അരിപ്പൊടി എടുത്തു. അപ്പോൾ കുറച്ച് അരിപ്പൊടി ഞാൻ എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു സ്പൂണൊക്കെ വെച്ചാൽ കുഴയ്ക്കുന്നത്, കൈ പൊള്ളണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഇല പൊട്ടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങയിൽ ശർക്കരയൊക്കെ ഇട്ട് ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഞാനിതിനെ കൈകൊണ്ട് പരത്തി ഇലയിൽ പരത്തിയിട്ട് തേങ്ങയും ശർക്കര ആഡ് ചെയ്തിട്ട് ഇല ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്നിട്ട് പിന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രം എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ടായി. അതിന് ശേഷം ഈ ഇല നമ്മൾ പരത്തിയതെല്ലാം കൂടിയിട്ട് പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവി കയറ്റി 20 മിനിറ്റ്, ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ഇലയട തയ്യാറായി കഴിഞ്ഞേ. ഞാൻ പിന്നെ അതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇലയട ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.